സുഖമില്ലാതായ ഉടമയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ വളർത്തുനായ എന്ത് ചെയ്തു, നേരെ ഇതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അവസാനം ഈ നായ ഓടുന്നത് കണ്ട് ഈ ആംബുലൻസ് ഡ്രൈവർ വണ്ടി നിർത്തി ഈ ആംബുലൻസ് ഉള്ളിലേക്ക് ആ നായയെ കയറ്റി. അനുശ്രീ വത്സരുണ്ട്. അനുശ്രീ, നായയുടെ സ്നേഹത്തിൻ്റെ കാഴ്ചകൾക്ക് ഒരു അതിരുമില്ല, അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ആംബുലൻസ് ഡ്രൈവർക്ക് കൂടി ഒരു കയ്യടി കൊടുക്കണം. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ വണ്ടി നിർത്തി കയറ്റുമെന്ന് നമുക്കറിയില്ല, ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടാവും. എന്തായാലും ആ ഉടമയ്ക്ക് ഒരുപക്ഷെ സന്തോഷമായിരിക്കും. അദ്ദേഹത്തിന് ബോധത്തോടെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നായ ഒപ്പമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ധൈര്യമായിരുന്നിരിക്കാം. ഇത് എവിടെ എങ്ങനെ നടന്നു, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ശരിയാണ് ദിവീഷ്, നമ്മൾ തന്നെ പലപ്പോഴും പലതരത്തിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് നായകൾക്ക് ഉടമകളോടുള്ള സ്നേഹത്തിനെ കുറിച്ച് തന്നെ. അതും ഈ തത്സമയത്തിൽ തന്നെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നത് കൊളംബിയയിലാണ്. കൊളംബിയയിലെ തുഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടുത്തെ ഉടമയായിട്ടുള്ള അലജാൻഡ്രോ എന്ന് പറയുന്ന ഒരു മനുഷ്യന് രോഗബാധിതനായി ആംബുലൻസ് വിളിക്കുന്നു. ആംബുലൻസിൽ അദ്ദേഹത്തെ കയറ്റിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഈ നായ ആശുപത്രിയിലേക്ക് പോകുന്ന ദൂരം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആംബുലൻസിന് പിറകെ. ആംബുലൻസ് ഡ്രൈവർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് പിറകിൽ വന്നിരുന്ന ഒരു സൈക്കിളുകാരൻ ഇത് കണ്ടിട്ട് പുള്ളിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഈ വീഡിയോ പകർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുത്തതോടെ ഈ ആംബുലൻസ് ഡ്രൈവറെ നിർത്തി തിരിച്ചിറങ്ങി ഈ നായയും കൂടി ആ ഉടമസ്ഥനെ അടുത്തേക്ക് കയറ്റിവിട്ട്, അതായത് ആംബുലൻസിനുള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. എത്രയോ വട്ടം നമ്മൾ ഈ നായകൾക്ക് ഉടമകളോടുള്ള സ്നേഹത്തിനെ കുറിച്ച് വാർത്തകൾ പറഞ്ഞിരിക്കുന്നു. ആ ഒരു നിസ്വാർത്ഥ സ്നേഹം തന്നെയാണ് നമുക്കും ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റുക. നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി ഈ നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ചിലപ്പോൾ ചിലരൊക്കെ നിർത്തും, ചിലരൊക്കെ അങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ കണ്ടതാണ് മനുഷ്യന്മാരുടെ ക്രൂരതകളെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ കൊല്ലത്തുനിന്ന് പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ മനുഷ്യനെ രണ്ടാമതൊരു അവസരം കൊടുക്കരുത്, പക്ഷെ മൃഗത്തിനാവാമെന്ന് മഹാനായ എഴുത്തുകാരൻ MT വരെ പറഞ്ഞിരിക്കുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും നായകൾക്ക് തന്നെയാണ് മനുഷ്യരോടുള്ള സ്നേഹം ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തന്നെയാണ് ആ സ്നേഹം എപ്പോഴും മുഴച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ദിവീഷ്, ശരിയാണ്. ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ ക്രൂരമായ കാഴ്ചകളും അതേസമയം മൃഗങ്ങൾ എങ്ങനെ സ്നേഹത്തിൻ്റെ കാഴ്ചയാകുന്നു എന്നതും നമുക്ക് പങ്കുവയ്ക്കാൻ വരുന്ന ഒരു യാദൃശ്ചികതയാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊല്ലത്തു നിന്നൊക്കെ കണ്ടു. ശരിയാണ് ശ്രീ.